விஜயண்ணன் வாங்க, இளைய தளபதி வாங்க. இந்த ஊருக்கும் அரசுக்கும் பெருமையார்ந்தவன் அண்ணா விஜய் ഗില്ലി തിരുപ്പാച്ചി പോക്കിരി വന്നിട്ടാച്ചേ. മക്കളെ, വിജയണ്ണന്റെ ഡ്രൈവർ ഫുള്ള് പ്രഷറിലാണെന്നാണ് റിപ്പോർട്ട്. കാരണം ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഒരു ദിവസം 3-4 പ്രാവശ്യമാണ് ഗവർണറെ പുറക്ക് പോകേണ്ടി വരുന്നത്. ഗവർണറാണെങ്കിൽ പുറക്കെത്തിക്കഴിഞ്ഞാൽ മോനെ നീ പോയിട്ട് നാളെ വാ, കുറച്ചും കൂടി ആളെ കൂട്ടിയിട്ട് വാന്നെല്ലാം പറഞ്ഞിട്ട് വിജയണ്ണനെ ആകെ സ്വീപ്പാക്കാൻ നിൽക്കുകയാണ്. ഗവർണറെ കൊണ്ട് ഈ കളി കളിപ്പിക്കുന്ന ആൾക്കാരും മനസ്സിലായിക്കോളി. വിജയണ്ണൻ എന്ന് പറഞ്ഞാൽ വിജയണ്ണൻ ആരാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി. കഴിഞ്ഞ ഒരൊറ്റ കൊല്ലം കൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഈ ഒരു കൊല്ലാകുമ്പോഴത്തേക്ക് 102 സീറ്റും ഇങ്ങ് കോരിയ മഹാനായ നേതാവാണ് വിജയണ്ണൻ. ഇനി വിജയണ്ണൻ നിങ്ങൾ ഈ കോംപ്ലക്സ് കയറ്റി ഈഗോ അടുപ്പിച്ച് കഴിഞ്ഞാൽ വിജയണ്ണൻ വേണമെങ്കിൽ ഇന്ത്യയിൽ മൊത്തം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തൻ്റെ ഓറ പരത്തിയിട്ട് മൊത്തം ഇന്ത്യൻ്റെ തന്നെ പ്രധാനമന്ത്രി വരെ ആയിക്കളയും. അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. ഓൻ ജയിച്ച സീറ്റുകളെല്ലാം അംഗീകരിച്ചിട്ട് പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയാക്കി എടുക്കുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാം ആരോഗ്യത്തിന് നല്ലത്. വിജയണ്ണൻ ആരാ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. വിജയണ്ണൻ ഉണ്ടാക്കിയ പാർട്ടി തമിഴ് വെട്രിക്ക കക്ഷി ശരിക്കും പറയാന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉപഹാരമാണ്. അതായത് ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ എടുത്ത പോലെ വിജയണ്ണൻ തൻ്റെ തൃശക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു മഹാസംരംഭമാണ് ഈ പാർട്ടി എന്ന് തന്നെ പറഞ്ഞാൽ പോലും തെറ്റില്ല. ചില ആൾക്കാർ പറയുന്നത്, ചില ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഇത് TVK എന്ന് പറഞ്ഞ തൃഷ വിജയ് കക്ഷി എന്നും വരെ പറഞ്ഞു വെക്കുന്നുണ്ട് ആൾക്കാർ. അതൊക്കെ അസൂയക്കാരെ പലതും പറയും. പക്ഷേ എന്ത് തന്നെയായാലും വിജയ് അണ്ണൻ സോഷ്യലി കമ്മിറ്റഡ് ആണെന്നുള്ളത് നമുക്കിപ്പോൾ ഈ പാർട്ടി വന്നുകൊണ്ട് മാത്രമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനം നമുക്ക് നോക്കിയാൽ അറിയാം. ഒരുപാട് കുട്ടികളെ അദ്ദേഹം ദത്തെടുത്തുകൊണ്ട് കുട്ടികളുടെ ചെറുപ്പം മുതലുള്ള എല്ലാ ചെലവുകൾ മുതൽ സ്കൂൾ പഠനം മുതൽ കോളേജ് പഠനം മുതൽ അവർക്കൊരു ജോലിയാക്കി കൊടുത്തത് വരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മഹാനായ മനുഷ്യൻ കൂടിയാണ് വിജയ്. അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു നടൻ നടത്തുന്ന പോലെയല്ല. നമുക്കിപ്പോൾ തമിഴിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി പോലെയൊന്നുമല്ല. മലയാളത്തിലൊക്കെ ഒരു പേരിന് ആളെങ്കിലും രക്തദാന ക്യാമ്പ് നടത്തുകയും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ചികിത്സക്ക് അത് കൊടുക്കുകയും അവരവരെ അമ്മ എന്ന് പറയുന്ന സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനമല്ലാതെ വേറെ പൊതുവായിട്ടുള്ള വലിയ കമ്മിറ്റ്മെൻറ്റിലെ കാര്യങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ തമിഴ്നാട്ടിൽ നമ്മൾ നടൻ സൂര്യ പറയുകയാണെങ്കിൽ അകാരം ഫൗണ്ടേഷൻ എന്നൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് 500-ഓളം കുട്ടികളെ ചെറുപ്പം മുതലുള്ള എല്ലാ വിദ്യാഭ്യാസമാണ് അവർ പോകുന്നത്. മെയിനായിട്ട് അവർ കൊടുക്കുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ വിൽ ബിൽഡ് ക്വാളിറ്റി ആൻഡ് അൾട്ടിമേറ്റ്ലി ദേ വിൽ ഗെറ്റ് എ ഗുഡ് ജോബ് എന്ന് പറഞ്ഞ പോലെ വിജയാണെങ്കിൽ ഒരുപാട് രോഗികൾക്കുള്ള ചികിത്സ, ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഫാൻ ക്ലബ്ബുകളെ അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിലുമുള്ള ഓരോ ജില്ലയിലുമുള്ള ഓരോ പഞ്ചായത്തിലുമുള്ള ഫാൻ ക്ലബ്ബുകളെ വിജയ് കുറേ വർഷങ്ങളായിട്ട് തന്നെ അവരെ പർപ്പസ്ഫുള്ളായിട്ട് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ ഗുണത്തിന് വേണ്ടി, ജനങ്ങളുടെ ഒരു ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫാൻ ക്ലബ്ബുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറിയപ്പോൾ ഈ ഫാൻ ക്ലബ്ബുകൾക്കൊന്നും വലിയ നീരസമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ വെറും തിയേറ്ററിൽ കയറി കൂകലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് തെറിവിളി കമൻ്റ് ഇടലോ, ഇതൊന്നുമല്ല അവിടുത്തെ ഫാൻ ക്ലബ്ബുകളുടെ പരിപാടി. ഞാൻ ആരെയും അധിക്ഷേപിക്കുന്നതല്ല. നമ്മുടെ ഇവിടെ കണ്ടുവരുന്ന ട്രെൻഡ് അങ്ങനെയാണ്. ഒരു ഇതിൻ്റെ ഫാൻസ് അസോസിയേഷൻ മറ്റേ ഫാൻസ് അസോസിയേഷനെ തെറി വിളിക്കുക, തമ്മിൽ തല്ലുക, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യം. അവിടെ അത് ഉണ്ടാവും. പക്ഷേ അവർ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഒരു പ്രോഗ്രസീവായിട്ടുള്ള സൊസൈറ്റിക്ക് വേണ്ടി, ആ സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി അവിടെയുള്ള ജനങ്ങളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് എങ്ങനെ ഉയർത്താം എന്നതിനെ പറ്റി വ്യക്തമായ ധാരണയുള്ള താരങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. സാധാരണഗതിയിൽ നമ്മൾ നോർമലി പറയും തമിഴ്നാട് ആൾക്കാർക്ക് അല്ലെങ്കിൽ തമിഴന്മാർക്ക് വികാരം കൂടുതലാണ്, വികാരം വന്നു കഴിഞ്ഞാൽ തമിഴൻ വിദ്യാഭ്യാസമുള്ള തമിഴനായാൽ പോലും എണ്ണൊഴിച്ച് ഇപ്പം ഞാൻ കൊളുത്തുന്നു പറഞ്ഞിട്ട് നടക്കുന്നൊക്കെ ഒരു ടോക്ക് സാധാരണഗതിയിലുണ്ട്. പക്ഷേ ആ കാലം കഴിഞ്ഞു. ഉണ്ടാവും, വികാരമുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന തമിഴ്നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വികാരത്തെക്കാൾ കൂടുതൽ വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന നേതാക്കളെയും സിനിമാക്കാരെയും നേതാക്കളെയുമാണ് നമ്മൾ കാണുന്നത്. പണ്ട് MGRനോടൊക്കെയുള്ള അടഞ്ഞ ആരാധന മാത്രമായിരുന്നു ക്രൈറ്റീരിയ. അവർ നല്ല ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊക്കെ ഡിസ്കഷൻ ഡിബേറ്റ് ഒക്കെ പിന്നെയാണ്. പക്ഷെ ഇന്ന് വിജയിനെ ഈ ആൾക്കാർ കണ്ണും പൂട്ടി ആരാധന കൊണ്ട് മാത്രമാണ് ഈ പൊളിറ്റിക്സിൽ വിജയിപ്പിച്ചേന്ന് കുറച്ചാൾക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയെങ്കിലും മാറിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വിജയിൻ്റെ
വിജയിന്റെ ഫാൻ ക്ലബ്ബുകളുടെ കഴിഞ്ഞ 10-15 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തി കഴിഞ്ഞ ഒരാൾ പോലും വിജയ് ചുമ്മാ പിന്നെ സ്റ്റാർഡം കളിച്ചുകൊണ്ട് പാട്ടും പാടി ജയിച്ചു കയറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ വളരെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലായാലും കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനമായാലും സ്ത്രീകളുടെ പിന്നെ എന്താ പറയുന്നത് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയായാലും അതുപോലെ അവരുടെ അമ്മമാർക്ക് വേണ്ടിയും പെങ്ങന്മാർക്ക് വേണ്ടിയും ശരിക്കും അവർ ചെയ്തിട്ടുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ളത് വിജയന്റെ പാർട്ടി ഈ പറഞ്ഞ പോലെ സ്ത്രീ സുരക്ഷയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകൾ വരുന്നത് നോർത്ത് ഇന്ത്യയിലായാലും സൗത്ത് ഇന്ത്യയിലായാലും ഒരുപാട് വാർത്തകൾ നമുക്ക് കാണാൻ പറ്റുന്നത് സ്ത്രീകളെ പിന്നെ ടോർച്ചർ ചെയ്യുന്നതും പല സെക്സ് ട്രാഫിക്കിങ്ങും അതുപോലെ സ്ത്രീകളെ പലതരത്തിൽ അവരെ ഇടങ്ങാറാക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് വാർത്തകളിലും അതുപോലെ സൊസൈറ്റിയിൽ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പല്ല, 10 കൊല്ലം മുമ്പേ അത് ഫോക്കസ് ചെയ്തിട്ട് സ്ത്രീകളെ സുരക്ഷ എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് വിജയ് മുന്നിൽ വെച്ചത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അമ്മമാർക്ക് സുരക്ഷ, പെങ്ങന്മാർക്ക് സുരക്ഷ. അപ്പോൾ ഈ വിജയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ കണ്ട് നമ്മൾ ഞെട്ടിപ്പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വെറും ഓരോ കുടുംബത്തിനും 6 ഗ്യാസ് മാത്രം കൊടുത്ത് കൈ രക്ഷപ്പെടുന്ന ഒരിടന്നല്ല. അവർ പറയുന്ന ഓരോ കല്യാണം നടക്കുന്നിടത്തും 8 ഗ്രാം സ്വർണം, 1 പവനോളം സ്വർണം, ജനിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ്, അമ്മമാർക്ക് ബെനിഫിറ്റ്സ്, പെങ്ങന്മാർക്ക് ജോലി, ഒരുപാട്. ശരിക്കും പറയാൻ വെച്ചാൽ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോ വിജയ് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് വിജയുടെ പാർട്ടി ഉണ്ടാക്കി കോപ്പി ചെയ്യുവാണെങ്കിൽ ഐ ആം ടെലിങ് യു, വെള്ള പേപ്പറിൽ എഴുതി വെച്ചോ, TV-ക്ക് ഒരു തരംഗമാകും. മൊത്തം ഇന്ത്യയിൽ ഇന്ന് ആനടിക്കുന്നെന്ന് നമ്മൾ പറയുന്ന സോകോൾഡ് BJP വിൻഡ്, BJPയുടെ ആ കാറ്റ് നേരെ മറിഞ്ഞത് TV-ക്ക് കാറ്റായിട്ട് മാറും. കാരണം ആ രീതിയിലുള്ള പണ്ട് ഇവിടെ നമ്മുടെ ഇലക്ഷൻ സമയത്ത് പിന്നെ പല നേതാക്കളും BJPയുടെ ഓഫറിംഗ് കൊടുത്തിരുന്നത് പോലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര ലക്ഷം രൂപ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം ഞാൻ കാഴ്ചവെക്കും, അല്ലെങ്കിൽ പെട്രോളിന്റെ വില ഞാൻ പകുതിയാക്കും എന്ന് പറയുന്നത് പോലെയുള്ള സോകോൾഡ് പ്രസംഗ ഗിമിക്കുകളോ ഡ്രാമകളോ ഒന്നുമല്ല വിജയ് പറഞ്ഞത്. വിജയ് വ്യക്തമായിട്ട് ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ജയിച്ചു വന്നാൽ എൻ്റെ പാർട്ടി അധികാരത്തിലെത്തിയാൽ എൻ്റെ ഓരോ പെങ്ങന്മാരുടെയും കല്യാണത്തിന് ഞാൻ ഇന്ന സാധനം കൊടുക്കും. 8 ഗ്രാം ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചില്ലറ പരിപാടിയല്ല അത്. അങ്ങനെ ഓഫറിങ്ങിൽ നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല, കൊടുത്തേ പറ്റൂ. എല്ലാവർക്കും അല്ലെങ്കിൽ TV-ക്ക് സപ്പോർട്ടേഴ്സിനാണെന്നുള്ള കാര്യം അറിയത്തില്ല, എന്നാലും പറയാം. അതുപോലെ തന്നെ ജനിക്കുന്ന ഓരോ കുട്ടികൾക്കുമുള്ള ബെനിഫിറ്റ്സ്, അമ്മമാർക്കുള്ള ബെനിഫിറ്റ്സ്, പെങ്ങന്മാർക്കുള്ള ബെനിഫിറ്റ്സ്, യുവാക്കൾക്കുള്ള ജോലി കാര്യങ്ങൾ, ഒരുപാട് ഇവരെ ഇലക്ഷൻ മാനിഫെസ്റ്റോ പഠിക്കുവാണെങ്കിൽ ഈ സംഭവങ്ങൾ വിജയ് ചെയ്യാൻ ക്യാപ്പബിളും കൂടിയാണെങ്കിൽ ഇറ്റ് ഈസ് ഡൺ. അടിവരയിട്ട് പറയാം, ഈ പാർട്ടി അവിടെ തന്നെ കാണും. അവരിനിയും പുരോഗതിയുമായി പല സ്റ്റേറ്റുകളിലേക്കും കയറിപ്പോകാനുള്ള ചാൻസും വളരെ അധികമാണ്. അപ്പോൾ വിജയ് പൊളിറ്റിക്സിലേക്ക് ചുമ്മാ ഇറങ്ങി വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഗ്രാഫ് നമ്മൾ നോക്കുവാണെങ്കിൽ വേണമെങ്കിൽ പറയേണ്ടി വരും, വിജയുടെ ഫാദർ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് വിജയ് ഇങ്ങനെ ആക്കിയാന്ന് കൂടി വേണമെങ്കിൽ നമ്മൾ സംശയം തോന്നിപ്പോയി സ്റ്റഡി നടത്തിയാൽ. കാരണം വിജയ് തൻ്റെ 17-ാം വയസ്സിൽ സിനിമാ ഫീൽഡിലേക്ക് വരുമ്പം തന്നെ അദ്ദേഹത്തിന് നായകനായി കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രത്യേകമായൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. എല്ലാ പടങ്ങളിലും അദ്ദേഹത്തിനെ ഒരു ഹീറോ അല്ല, ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ പെട്ട് കിടക്കുന്ന നായികയെ മാത്രം രക്ഷിച്ചുകൊണ്ടിരുന്ന ആളല്ല വിജയ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു സോഷ്യൽ ക്രൈമിനെതിരെ, സോഷ്യൽ വിക്ടിംസിനെതിരെ, അതായത് സമൂഹത്തിലുള്ള ഒരു പൊതുവായിട്ടുള്ള വിഷയത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം, അതുപോലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന റാക്കറ്റുകൾക്കെതിരെ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന റാക്കറ്റുകൾക്കെതിരെ, പിന്നെ പോക്കിരിയൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പടങ്ങളൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം. അതിൽ അദ്ദേഹം 1 man ആർമി ആയിട്ടാണ്, ഒരു IAS ഓഫീസർ, ഒരു 1 man ആർമി ആയിട്ടാണ് സമൂഹത്തിലുള്ള എല്ലാ ക്രൈം, ഡ്രഗ് ട്രാഫിക്കിങ്ങിനെതിരെയൊക്കെ പോരാടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും ഓരോ പാഠമാണ്, അല്ലെങ്കിൽ സമൂഹത്തിനുള്ള ഓരോ ഇത് കൊടുക്കുന്നതാണ്, അവർ എന്താണ് മെസ്സേജ് കൊടുക്കുന്ന സിനിമകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഒരു ഭാഗത്ത് അങ്ങനെയുള്ള സിനിമകളും മറുഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഫാൻ ക്ലബ്ബുകൾ വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഈ പൊളിറ്റിക്സിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കൺവേ ചെയ്യാനും പറ്റി, പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാനും പറ്റി. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിജയ് പൊളിറ്റിക്സിലേക്ക് പെട്ടെന്നൊരു ദിവസം വന്നല്ല എന്നുള്ള തെളിവ് രണ്ട് തിയറീസാണ് ഇതിൽ പറയുന്നത്. 3 തിയറീസ് ഉണ്ട്. ഒന്ന്, വിജയിന്റെ അച്ഛൻ ചെറുപ്പം മുതലേ വിജയിയെ ഒരു പൊളിറ്റിക്സിലെ അധികായകനായി വളരണം എന്നുള്ള കൺസെപ്റ്റോട് കൂടി സിനിമയിലേക്ക് ഇറക്കുകയും അത്തരം സിനിമകൾ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ചതെന്നാണ് ആദ്യത്തെ തിയറി. രണ്ടാമത്തെ തിയറി പറയുന്നത്, ഈ
അദ്ദേഹത്തിന്റെ മെർസൽ എന്ന് പറഞ്ഞ പടം, അതായത് സോഷ്യൽ നമ്മുടെ ഇപ്പോഴുള്ള ഭരിക്കുന്ന BJP ഗവൺമെന്റിനെതിരെയും സോക്കോൾഡ് പല രാഷ്ട്രീയ നേതാക്കളുടെയും ഒരുപാട് കഥകൾ റിവീൽ ചെയ്യുന്നത് കൊണ്ടും അതുപോലെ ഒരുപാട് സോഷ്യൽ ക്രൈമുകൾക്കെതിരെയും ഗവൺമെന്റിനെതിരെയൊക്കെ ആനടിക്കുന്ന ഒരുപാട് സീനുകൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചു കാലമായി ഗവൺമെന്റ് ചെറിയ രീതിയിൽ വേട്ടയാടുന്നുണ്ടായിരുന്നു. അത് CBIയുടെ പ്രശ്നങ്ങളായിട്ടായാലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നോട്ടീസ് അയച്ചിട്ടായാലും അതുപോലെ EDയുടെ റെയ്ഡുകളായിട്ടൊക്കെ വിജയെ കുറച്ച് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എതിരെയുള്ള അപ്പം വിജയ്ക്ക് മനസ്സിലായി പോലും പണം മാത്രമല്ല പണവും പ്രശസ്തിയും മാത്രമല്ല പവറും കൂടി ഉണ്ടെങ്കിലേ സൊസൈറ്റിയിൽ ഒരു വിലയുണ്ടാകൂ, അല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തിന്റെ ഈഗോ ഹേർട്ടായത് കൊണ്ടാണ് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വരുന്നത് എന്നുള്ള രണ്ടാമത്തെ തിയറി. മൂന്നാമത്തെ തിയറി പറയുന്നത് വിജയ് തൻ്റെ ഭാര്യയുമായിട്ട് ഒരു 5-6 കൊല്ലമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പം അദ്ദേഹവും തൃഷയുമായിട്ട് വളരെ കാലങ്ങളായിട്ടുള്ള 15 വർഷത്തിന് മേലെ ആയിട്ടുള്ള പ്രണയമാണെന്നും അതുപോലെ തന്നെ തൃഷയ്ക്ക് പൊളിറ്റിക്സിൽ അതിയായ ഇൻട്രസ്റ്റ് ഉണ്ടെന്നും തൃഷയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് വിജയ് പൊളിറ്റിക്സിൽ വന്നതെന്നും ഇവർ ജയിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു സീറ്റിൽ തൃഷയെ നിർത്തിക്കൊണ്ട് വിജയിപ്പിച്ചുകൊണ്ട് തൃഷയെ മന്ത്രിയാക്കി വെക്കുമെന്നുള്ള ഒരു വിഭാഗം ആൾക്കാർ പറയുന്ന മൂന്നാമത്തെ തിയറി. അത് അത്ര നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലെങ്കിലും അതിനും സ്കോപ്പ് ഇല്ലാതെ ഇല്ല എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 3 തിയറികളാണ് വിജയിൻ്റെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും തമിഴ്നാട്ടിൻ്റെ ഇത്രയും കാലത്തെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ അവർ തമിഴ് ജനത എന്തുകൊണ്ടും സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ചങ്കും പറിച്ചു കൊടുക്കുന്ന ജനതയാണ്. അങ്ങനത്തെ ഒരു ടീമുകളാണ്. അതുകൊണ്ട് തന്നെ അവർ വിജയെ അതിയായി സ്നേഹിക്കുന്നു. വിജയും അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ബോണ്ടിങ് നിൽക്കുകയാണെങ്കിൽ ഇനി തമിഴ്നാട്ടിൽ വേറൊരു പൊളിറ്റിക്സിനുള്ള സ്കോപ്പ് 0 എന്ന് പറയേണ്ടി വരും. അൺലെസ് ആൻഡ് അൺടിൽ വിജയ് ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെയുള്ള ക്ലാഷുകൾ വരുന്നത് വരെ. അങ്ങനെയുള്ള സംഭവത്തിനും ചാൻസ് വളരെ കുറവാണ്. സോ ഓക്കെ ഗായ്സ്, ഹോപ്പ് യു ഗായ്സ് ലൈക്ക്